സി സെക്ഷൻ വീഡിയോ പാർട്ട് 3. സെക്ഷൻ ചെയ്ത് കുഞ്ഞിന് ജന്മം നൽകിയിട്ടുള്ള ആരും തന്നെ പെണ്ണല്ല. ഇതായിരുന്നു ഡെലിവറിക്ക് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള ഒരു വാക്ക്. പലരുടെയും വിചാരം നോർമൽ ഡെലിവറി ചെയ്ത് കുഞ്ഞിനെ എടുക്കുന്നവർ മാത്രമാണ് അമ്മ എന്ന സ്ഥാനത്തിന് അർഹരായിട്ടുള്ളവരെന്നാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്ത് ഒരമ്മയും അതിന് സിസേറിയൻ ആവട്ടെ സുഖപ്രസവമാവട്ടെ വേദന അറിയാണ്ട് പ്രസവിച്ചിട്ടില്ല. പലരുടെയും വിചാരം സിസേറിയൻ എന്നത് ലേബർ റൂമിലേക്ക് കയറി ഡോക്ടർ ഒരു കുഞ്ഞിനെ തന്ന് നമ്മൾ അതിനെ കൊണ്ട് പുറത്തു വരിക എന്നതാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഓല ടാക്സി പോയി ഓലയെ തൂങ്ങി ഓലമടലും കൊണ്ടുവരുന്ന ലാഘവത്തോടുകൂടി ഇതിനെയൊക്കെ ഓരോരുത്തർ കണക്കാക്കുന്നത്. ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. സാധാരണഗതിയിൽ ചെറിയൊരു മുറിവ് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വന്നാൽ പലരും അത് സഹിച്ചെന്ന് വരത്തില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് സി സെക്ഷൻ ചെയ്യുന്ന ഒരു അമ്മ തന്റെ ശരീരത്തിന്റെ 7 പാളികൾ മുറിച്ചൊരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. അതുപോലെ ഡെലിവറിക്ക് ശേഷമുള്ള ഫസ്റ്റ് വാക്ക് ഒരു സിസേറിയൻ ചെയ്ത അമ്മയും ജീവിതാവസാനം വരെ മറക്കത്തില്ല. കഴിഞ്ഞിട്ടുള്ള ആദ്യ നാളുകളിൽ വേദന കൊണ്ട് തുമ്മാനോ ഇരിക്കാനോ ചുമയ്ക്കാനോ എന്തിനു പറയുന്നത് ചിരിക്കാൻ പോലും കഴിയില്ല. സഹായമില്ലാണ്ട് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും വേദന കൊണ്ട് സാധിക്കില്ല. വേദന സഹിച്ച് പ്രസവിച്ച സി സെക്ഷൻ ചെയ്ത സ്ത്രീകളോട് പറയുന്ന ഒരു വാക്കുണ്ട്, നീ വേദനയില്ലാണ്ട് പ്രസവിച്ചല്ലേ, കുഞ്ഞിനോട് സ്നേഹമൊന്നും കാണത്തില്ല. ചിന്തിക്കാൻ പറയും ചെയ്യുന്നവർ മനുഷ്യരാണ്, അവർക്ക് ഹൃദയം എന്നൊരു സംഭവം ഉണ്ടോ? ചിലർ കോമൺ ആയിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, പാലില്ലല്ലേ. വെട്ടിക്കേറി എടുത്തു കഴിഞ്ഞാൽ പാലൊന്നും വരത്തില്ല, സുഖപ്രസവം പ്രസവിച്ചാൽ മാത്രമേ പാലൊക്കെ ഉണ്ടാവത്തുള്ളൂ. എന്നെ പോലെ ഇത്തരത്തിൽ ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്ന നിരവധി അമ്മമാരെ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. കുഞ്ഞെന്താ മെലിഞ്ഞിരിക്കുന്നേ, കുഞ്ഞിനൊന്നും കഴിക്കാൻ കൊടുക്കുന്നില്ലേ, ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ. സത്യം പറഞ്ഞ് ഇവറ്റകളുടെ വായിന്ന് നല്ല വാക്കുകളൊന്നും പ്രതീക്ഷിക്കേ വേണ്ട. ഇത്തരമുള്ള ആൾക്കാർ പ്രധാനമായും പറയുന്ന മറ്റൊരു കാര്യമാണ്, സി സെക്ഷൻ ആണോ എന്നാ അവള് ജോലിയേ ചെയ്തിട്ട് ദേഹം എനിക്ക് ജോലി ചെയ്താൽ മാത്രമേ സുഖപ്രസവം ഉണ്ടാവൂ. ഇവരുടെയൊക്കെ വിചാരം ഇവർ MBBS കഴി വലിയ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന ആൾക്കാരാണ്. നമ്മളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർമാർ പറയുന്നതൊന്നും ശരിയല്ല. പറയുന്നത് എന്താണോ അത് മാത്രമാണ് ശരി. അതുപോലെ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന നടുവേദന, ഇതൊന്നും മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു വേദനയേ അല്ല. സിസേറിയൻ ആണോ വേദനയില്ലാണ്ട് പ്രസവിച്ച്. സത്യം പറഞ്ഞാൽ ജാസ്തിയാലുള്ളത് ഇനി തൂത്താ പോത്തില്ല, എത്ര മാത്രം ഇതിനെ കണക്കാക്കിയാൽ മതി. ഞാൻ എന്റെ സി സെക്ഷൻ സ്റ്റോറി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും സപ്പോർട്ട് എനിക്ക് കിട്ടുമെന്ന്. 1 ലക്ഷത്തിൽ പുറത്ത് ആൾക്കാർ എന്റെ വീഡിയോസ് ഉണ്ട്, അതിന് ഒരുപാട് താങ്ക്സ്. ഒരുപാട് പേര് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. അതിനകത്ത് പ്രധാനമായും പ്രഗ്നൻസി ഷുഗറിനെ പറ്റിയായിരുന്നേ ചോദിച്ചത്. അതിനെപ്പറ്റി ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടേക്കാമേ. അതുവരേക്കും ബൈ.